ഇന്ന് സൈക്കോളജിയുടെ 21 ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങാം. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവാണ്, എങ്കിലും നമുക്ക് നോക്കാം. സൈക്കോളജി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് റൊമാറ്റിക് ഫീവറിന്റെ കുറച്ച് പോയിന്റ്സ് കൂടെ നമ്മൾ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ സെറട്ടോണിൻ പാത്വേസ് ഇൻ ദ ബ്രെയിൻ സ്റ്റെം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ റാഫെ ന്യൂക്ലിയേ എന്നതാണ്. വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് സെറട്ടോണിൻ പാത്വേസ് ഇൻ ദ ബ്രെയിൻ സ്റ്റെം, ദാറ്റ് ഈസ് റാഫെ ന്യൂക്ലിയേ. ഇപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റാഫെ ന്യൂക്ലിയയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ന്യൂറോൺസിൽ നിന്നാണ്. ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം സെറട്ടോണിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. സെറട്ടോണിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഈ സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂറോൺസ് ഒറിജിനേറ്റിംഗ് ഇൻ ദ റാഫെ ന്യൂക്ലിയേ. റാഫെ ന്യൂക്ലിയയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റാഫെ ന്യൂക്ലിയേ ആണ് സെറട്ടോണിനെ റിലീസ് ചെയ്യുന്നത് ബ്രെയിനിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്. സെറട്ടോണിനെ റിലീസ് ചെയ്യുന്നത് റാഫെ ന്യൂക്ലിയേ ആണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ റാഫെ ന്യൂക്ലിയയുടെ ലൊക്കേഷൻ മിഡ് ലൈൻ ഓഫ് ബ്രെയിൻ സ്റ്റെം. റാഫെ ന്യൂക്ലിയന്റെ ലൊക്കേഷൻ മിഡ് ലൈൻ ഓഫ് ബ്രെയിൻ സ്റ്റെം ആണ്. മുകളിൽ പോൺസ് കാണാം, പുറകിലായിട്ട് സെറിബെല്ലം കാണാം. പോൺസ് മുകളിലാണ്. പോൺസ് നമുക്കറിയാം നമ്മുടെ വളരെ വലിയ വൈറ്റൽ ഫങ്ഷൻസ് ലൈക്ക് മസിൽ ഫങ്ഷൻസ് നമ്മുടെ എല്ലാ മസിൽ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് പോൺസ് ആണ്. ഐ മസിലിന്റെ ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ മസിലിന്റെ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യുന്നത് പോൺസ് ആണ്. ഐ മസിലിന്റെ 3 ക്രാനിയൽ നെർവ്സ് ഉണ്ട്. അപ്പോൾ സെറട്ടോണിൻ നമുക്കറിയാം കീ ഹോർമോൺസ് ആണ്. കീ ഹോർമോൺസ് സ്റ്റെബിലൈസ് അവർ മൂഡ്, ഫീലിംഗ്, ഹാപ്പിനെസ്. നമ്മുടെ മൂഡ്, ഹാപ്പിനെസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് സെറട്ടോണിൻ. സെറട്ടോണിൻ ഡിപ്രഷൻ കുറയ്ക്കുന്നു, ആൻസൈറ്റി കുറയ്ക്കുന്നു, അതുപോലെ സ്ലീപ്പ് ട്രബിൾ എല്ലാം കുറയ്ക്കുന്ന ഹോർമോൺ ആണ് സെറട്ടോണിൻ. സെറട്ടോണിൻ ഡെഫിഷ്യൻസി ആണ് ആൻസൈറ്റി കൂട്ടാനും ഡിപ്രഷൻ കൂട്ടാനും ഒക്കെ ഇൻസോംനിയയ്ക്കൊക്കെ കാരണമാകുന്നത്. സോ നമ്മൾ ഒന്നുകൂടെ പറയാം, ഈ റാഫെ ന്യൂക്ലിയയിൽ നിന്നാണ് സെറട്ടോണിൻ റിലീസ് ചെയ്യുന്ന ന്യൂറോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലൊക്കേഷൻ മിഡ് ലൈൻ ഓഫ് ബ്രെയിൻ സ്റ്റെം ആണ്. സെറട്ടോണിൻ നമുക്കറിയാം, അതിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പോൺസിന്റെ വൈറ്റൽ ഫംഗ്ഷൻ, മസിൽ ഫംഗ്ഷൻ, മെഡുല്ല നമ്മുടെ റെസ്പിറേറ്ററി സെന്റർ ആണ്, കാർഡിയോവാസ്കുലർ സെന്റർ ആണ് മെഡുല്ലയും ഇവിടെ ഈ പിക്ചറിൽ നേരത്തെ കണ്ടിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂഫോറിയ, ലെതർജി, സോംനോളൻസ്, അപ്പതി, ഡിസ്ഫോറിയ, ഇംപേർഡ് ജഡ്ജ്മെന്റ്, pupillary constriction, drowsiness, slurred speech, constipation, nausea, decreased respiratory rate and blood pressure are the intoxication features of which substance? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് സബ്സ്റ്റൻസിന്റെ ഇൻടോക്സിക്കേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒപ്പിയോയിഡ്സ്, കനാബിസ്, കൊക്കൈൻ, ഫെൻസിക്ലിഡിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ ഇവിടെ ഒപ്പിയോയിഡ്സ് ആണ്. ഒപ്പിയോയിഡ്സ് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മോർഫിൻ, ഫെന്റാനിൽ, ഇതൊക്കെ ഒപ്പിയോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇല്ലീഗൽ ഡ്രഗ്സ് ആയിട്ടുള്ള ഹെറോയിൻ, അതുപോലെ കൊഡീൻ ഒക്കെ നമുക്ക് ഒപ്പിയോയിഡ്സിൽ പെടുത്താം. അപ്പൊ ഒപ്പിയോയിഡ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ യൂസിന് പെയിനും അനസ്തേഷ്യയും ഒക്കെ കൊടുക്കാറുണ്ട്, ഫെന്റാനിൽ, മോർഫിൻ ഒക്കെ. സോ ഒപ്പിയോയിഡ്സ്. ഇവിടെ യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഫോറിയ, എലേഷൻ, എക്ടസി, ഇത് മാനിയയിൽ കാണുന്ന 3 സിംറ്റംസ് ആണ്. യൂഫോറിയ ആദ്യം വരും, ചെറിയൊരു എക്സൈറ്റഡ് ഫീലിങ്സ് ഉണ്ടാവും. അതുപോലെ എലേഷൻ എന്ന് പറയുമ്പോൾ മൂഡ് ഇൻക്രീസ് ചെയ്യും, ഹാപ്പി ആയിരിക്കും, കുറച്ച് ജോയ്ഫുൾ ആയിരിക്കും. എക്ടസി എന്ന് പറയുമ്പോൾ ഇന്റൻസ് ഇലേഷൻ ആണ്, ഇലേഷന്റെ അളവ് കൂടുക. അപ്പൊ യൂഫോറിയ, ഇലേഷൻ, എക്ടസി, ആ 3 നിങ്ങൾ ഓർക്കണം, അത് മാനിയയിലുള്ളതാണ്. അപ്പൊ ഇവിടെ യൂഫോറിയ ഉണ്ട്. ലെതർജി മീൻസ് ലാക്ക് ഓഫ് എനർജി ആണ്. സോംനോളൻസ്, സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് ഡ്രൗസി, ഒരു സ്ലീപ്നെസ്, ഒരു ഉറക്കം വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലാക്ക് ഓഫ് ഇമോഷൻസ്, സ്കിസോഫ്രീനിയയിലും ഡിപ്രഷനിലും ഒക്കെ കാണുന്നതാണ്. ഡിസ്ഫോറിയ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, അൺഈസി, അൺഹാപ്പി, അൺവെൽ എന്നൊക്കെ പറയാം, ഒരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ. ഇംപേർഡ് ജഡ്ജ്മെന്റ്, പ്യൂപ്പിലറി കൺസ്ട്രിക്ഷൻ, ഡ്രൗസിനെസ്, സ്ലർഡ് സ്പീച്ച്, കോൺസ്റ്റിപ്പേഷൻ, നോസിയ, ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ, ഇതെല്ലാം ഒപ്പിയോയിഡ്സ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ കാണുന്ന പ്രശ്നങ്ങളാണ്. What is the most suitable nursing diagnosis for a person who has abuse of alcohol and cannabis, destructive behavior toward others and self, inability to meet basic needs, inability to meet role expectations, risk-taking behaviors? So ഇവിടെ ചോദിച്ചിരിക്കുന്നത്
suitable nursing diagnosis of an alcoholic, excessive alcoholic, and he show always destructive behavior towards others and self. So self injury ഉണ്ടാക്കുന്നുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് ആണ്. ആ ഒരു സ്ട്രെസ്സേഴ്സും ആയിട്ട് കോപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ആ ഒരു പേഷ്യന്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഡെഫിഷ്യൻ നോളജ് അല്ല, പേഷ്യന്റ് നോളജിന്റെ കുറവ് കൊണ്ട് ഇങ്ങനെ ചെയ്യില്ല. ഇൻഎഫക്റ്റീവ് ഡെനിയൽ, ഇതെല്ലാം നന്ദ നഴ്സിംഗ് ഡയഗ്നോസിൽ വരുന്നതാണ്. നോർത്ത് അമേരിക്കൻ നഴ്സിംഗ് ഡയഗ്നോസിസ് അസോസിയേഷൻ, ദാറ്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് നന്ദ. നോർത്ത് അമേരിക്കൻ നഴ്സിംഗ് ഡയഗ്നോസിസ് അസോസിയേഷൻ, ദാറ്റ് ഈസ് നന്ദ. ഇവിടെ ഇൻഎഫക്റ്റീവ് ഡെനിയൽ എന്ന് പറയുമ്പോൾ കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ഒരു അറ്റംപ്റ്റ് ചെയ്യാണ്, പേഷ്യന്റ് ഒരു അറ്റംപ്റ്റ് ചെയ്യാണ് ടു ഡിനൈ ഫ്രം റെസ്പോൺസിബിലിറ്റി നിന്ന് മാറി നിൽക്കുകയാണ്. കോൺഷ്യസ്ലി ആയിരിക്കാം അല്ല അൺകോൺഷ്യസ്ലി ആയിരിക്കാം. ടു ഡിക്രീസ് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്, ആൻസൈറ്റി സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി റെസ്പോൺസിബിലിറ്റി നിന്ന് മാറി നിൽക്കുക, ദാറ്റ് ഈസ് ഇൻഎഫക്റ്റീവ് ഡെനിയൽ. ക്രോണിക് ലോസ്റ്റ് സെൽഫ് എസ്റ്റീം മീൻസ് ലോ ലെവൽ ഓഫ് കോൺഫിഡൻസ്. ഇവിടെ പേഷ്യന്റിന് സാധാരണ ഒരു ആൽക്കഹോളിക് പേഷ്യൻസിന് ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ നന്ദ നഴ്സിംഗ് ഡയഗ്നോസിൽ വരുന്നതാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് സ്കീസോഫ്രേനിയ. സോ ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സ്കീസോഫ്രേനിയയിൽ കറക്റ്റ് ആണ് എന്ന് ചോദിച്ചിരിക്കുന്നത്? സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 1 and 3 ആണ്. 1 and 3. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നാളെയുള്ള വീഡിയോയിലാണ് തരുന്നത്. ഈ ഓട്ടോക്ടോണസ് ഡെലൂഷൻസ് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്കീസോഫ്രേനിയ. അതുപോലെ തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻസ് ആർ കൺസിഡേർഡ് ടു ബി ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്കീസോഫ്രേനിയ. ഇത് രണ്ടുമാണ് ശരി. ഓട്ടോക്ടോണസ് ഡെലൂഷൻ എന്ന് പറയുമ്പോൾ ഡെലൂഷൻ ഓഫ് ഇൻഡ്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡെലൂഷൻ ഓഫ് ഇൻഡ്യൂഷൻ ആണ്, അതായത് ഒരു തോന്നല്, പേഷ്യന്റിന് എന്തോ ഒരു വല്ലാണ്ടൊരു തോന്നൽ വരിക, ദാറ്റ് ഈസ് ഓട്ടോക്ടോണസ് ഇൻഡ്യൂഷൻ, ഡെലൂഷൻ ഓഫ് ഇൻഡ്യൂഷൻ ആണ്. തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അങ്ങനെ ഹാലുസിനേഷൻസ് ഉണ്ട്. അത് എല്ലാം സ്കീസോഫ്രേനിയയിൽ കാണുന്നതാണ്. തേർഡ് പേഴ്സൺ ഹാലുസിനേഷനും സ്കീസോഫ്രേനിയയിൽ തന്നെ കാണുന്നതാണ്. ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മൾ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി കുറച്ച്, അതായത് പീഡിയാട്രിക്കിന്റെ ഒരു പോർഷൻ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച ഒരു റുമാറ്റിക് ഫീവറിന് ഉണ്ട്, ആ പോർഷനോടെ ഒന്ന് കാണാം. നാളെ തൊട്ട് ഞാൻ കറക്റ്റ് ആയിട്ട്, ഇപ്പം ഈ ഒരു ടൈം കുറവുള്ളതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് കൂടുതൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിക്കാൻ കഴിയാതിരുന്നത്. അപ്പൊ നാളെ തൊട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റുമാറ്റിക് ഫീവറിനെ പറ്റിയാണ് നോക്കുന്നത്. റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സാധാരണ 5 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണ ഇത് കാണാറുള്ളത്. ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഗ്രൂപ്പ് എ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ. സാധാരണ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാറുള്ളത്. ഇത് സാധാരണ കാണുന്നത് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള പ്ലേസുകളിൽ സാധാരണ കാണുന്ന ഒരു അസുഖമാണിത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഈ ഒരു റുമാറ്റിക് ഫീവർ. നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു അസുഖം സാധാരണ നമുക്ക് ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ ഇൻവോൾവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു അസുഖം ഹാർട്ട്, ലിവർ, ബ്രെയിൻ, കണക്റ്റീവ് ടിഷ്യൂസ്, ജോയിൻസ് ഇവയെല്ലാം ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ നമുക്കിത് നേരത്തെ കണ്ടുപിടിച്ച് വളരെ സുഗമമായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോൺസ് ക്രൈറ്റീരിയ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതിനകത്ത് മൈനർ ക്രൈറ്റീരിയ, മേജർ ക്രൈറ്റീരിയ, അതുപോലെ എസെൻഷ്യൽ ക്രൈറ്റീരിയ എന്നുള്ള ഭാഗമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ കാണുന്നത് പോലെ തന്നെ മേജർ ക്രൈറ്റീരിയകളാണ് കാർഡൈറ്റിസ്. കാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരിക്കാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഈ 3 ലെയർ ഹാർട്ടിനുള്ള ലെയറാണ്. ഈ 3 ലെയറിലെയും ഇൻഫ്ലമേഷൻ ബാധിക്കാം. ഒരു പക്ഷേ ഇത് മേജർ ക്രൈറ്റീരിയ ആണ്, അത് ബാധിച്ച് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പോളി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിൻസ്, ജോയിന്റ് പെയിൻ. മെയിനായിട്ട് ആർത്രാളജിയ എന്താ ഈ ഒരു കണ്ടീഷനിൽ ഉണ്ട്, അതായത് മെയിനായിട്ട് നീ ജോയിന്റ് പെയിന്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ കഴിയില്ല, അത്രയ്ക്ക് വേദനയായിരിക്കും ജോയിൻസിന്. അതായത് മെയിനായിട്ട് നീയിലാണ് ഉണ്ടാകാറുള്ളത്. അതുപോലെ കൈയുടെ മുട്ടിലും ആംഗിളിലും ഒക്കെ പെയിൻ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് പോളി ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ. ദെൻ കോറിയ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ആണ്, അബ്നോർമൽ മൂവ്മെന്റ് ആണ്, ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്.
ഈ ഒരു അസുഖം മേ ബി ഇത് വളരെ റെയർ ആയിട്ടാണ് കാണുന്നതെങ്കിലും ബ്രെയിൻ സ്റ്റെമ്മിനെയോ സെറിബ്രൽ കോട്ടക്സിനെയോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോറിയ എന്നുള്ള പ്രശ്നം ഉണ്ടാവും. അത് ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്. അടുത്തത് സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ്, അതായത് ഈ നമ്മുടെ ശരീരത്തിൽ ഒരു നോഡ്യൂൾസ് പോലെ, ഒരു ലീഷൻസ് പോലെ ഇങ്ങനെ കാണും. പെയിൻലെസ് ആയിട്ടുള്ള ലീഷൻസ് ആണ് സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ്. അത് ഒരു 5% വരെയുള്ള കേസുകളിലെ കാണാറുള്ളൂ, എങ്കിലും കാണാറുണ്ട് എന്നുള്ളതാണ്. അടുത്തത് എരിത്തീമ മാർജിനേറ്റം. എരിത്തീമ മാർജിനേറ്റം എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് റാഷ് നമ്മുടെ ട്രങ്കിലും നമ്മുടെ ബാക്ക് സൈഡ്, കുഞ്ഞുങ്ങളുടെ ബാക്ക് സൈഡ് ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട്. എല്ലാ പിക്ചറും ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ റാഷസ് കാണും. ദാറ്റ് ഈസ് എരിത്തീമ മാർജിനേറ്റം. അപ്പൊ ഇത്രയും മേജർ ക്രൈറ്റീരിയ വരുന്നതാണ്. മേജർ ക്രൈറ്റീരിയ കാർഡൈറ്റിസ്, പോളിയാർത്രൈറ്റിസ്, കോറിയ, സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ്, എരിത്തീമ മാർജിനേറ്റം. ചിലപ്പോൾ ഓപ്ഷനിൽ ഇതൊന്നും തന്നിട്ട് മൈനർ ക്രൈറ്റീരിയ ഏതാ, മൈനർ ക്രൈറ്റീരിയ എക്സ്പെക്ട് എന്നൊക്കെ അപ്പൊ ഇതിന് മൊത്തം അറിയണം, എന്നാലും നമുക്കത് കഴിയുള്ളൂ. ഇത് രണ്ടെണ്ണവും മൈനർ ക്രൈറ്റീരിയ, ഇത് രണ്ടെണ്ണം പോസിറ്റീവ് ആണ്, രണ്ടെണ്ണം പ്രസന്റ് ആണെങ്കിൽ മൈനർ ക്രൈറ്റീരിയ ഒരെണ്ണം പ്രസന്റ് ആണെങ്കിൽ നമുക്കിത് റുമാറ്റിക് ഫീവർ ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഈ മൈനർ ക്രൈറ്റീരിയ രണ്ടെണ്ണം, ഇത് ഒരെണ്ണം പോസിറ്റീവ് ഉണ്ടെങ്കിൽ റുമാറ്റിക് ഫീവർ ഉണ്ടെന്ന് പറയാം. മൈനർ ക്രൈറ്റീരിയയിലാണ് ഫീവർ വളരെ കോമൺ ആണ്. ഏതൊരു റുമാറ്റിക് ഫീവറിലും ഫീവർ ഉണ്ടാകും. ആ പേരിൽ തന്നെ റുമാറ്റിക് ഫീവർ എന്നുള്ളത്. ഫീവർ ഉണ്ടാവും. ആൾട്രാർജിയ, ജോയിന്റ് പെയിൻ, വളരെയധികം ജോയിന്റ് പെയിൻ ഉണ്ടാകും. ഇൻക്രീസ്ഡ് ESR ആൻഡ് CRP, എർത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് കൂടും. അതുപോലെ സി ആക്റ്റീവ് പ്രോട്ടീനും കൂടും. കാരണം ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്, ഇൻഫ്ലമേഷൻ നടക്കുന്നതുകൊണ്ടാണ്. പ്രൊളോങ്ഡ് PR ഇന്റർവെല് സാധാരണ കാണാറുണ്ട് ECGയിൽ. എസെൻഷ്യൽ ക്രൈറ്റീരിയ ആണ് ASO ടൈറ്റർ ഇൻക്രീസ് ആവും. ASO ടൈറ്റർ എന്ന് പറഞ്ഞാൽ ആന്റി സ്ട്രെപ്റ്റോലൈസിൻ ഓ ടൈറ്റർ. സ്ട്രെപ്റ്റോലൈസിൻ ഓ എന്നുള്ള ആന്റിബോഡീസ് പ്രസന്റ് ആയിരിക്കും. അത് പ്രസന്റ് ആണെങ്കിൽ നമുക്കത് റുമാറ്റിക് ഫീവർ ഉണ്ടെന്ന് പറയാം. അതുപോലെ ത്രോട്ട് സ്വാബ് കൾച്ചർ ഈ ഒരു ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ത്രോട്ട് സ്വാബ് കൾച്ചറിൽ പ്രസന്റ് ആണോ എന്ന് നോക്കുന്ന ഒരു കൾച്ചറാണ് ത്രോട്ട് സ്വാബ് കൾച്ചർ. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ 2 മേജർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു മേജർ ക്രൈറ്റീരിയ പിന്നെ 2 മൈനർ ക്രൈറ്റീരിയ, ഇതിലേതെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ജോൺസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഈ ഒരു അസുഖത്തെ പഠിക്കുമ്പോൾ നമ്മളത് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ബെൻസാത്തിൻ പെൻസിലിൻ എന്നുള്ള പെൻസിലിനാണ്. ആൻറ്റിബയോട്ടിക് ആണ്. നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ബെൻസാത്തിൻ പെൻസിലിനാണ് കൊടുക്കാറുള്ളത്. ഇത് 21 ഡേയ്സ് കൂടുമ്പോൾ DIM ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്കാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അവർക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം. അതുപോലെ ഹൈ പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം. നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ ധാരാളം കൊടുക്കണം. ധാരാളം വെള്ളം എടുക്കണം. അതുപോലെ ജോയിന്റ് പെയിന് കുറയ്ക്കാനുള്ള മെഡിസിൻസും ഫീവർ കുറയ്ക്കാനുള്ള മെഡിസിൻസും ഒക്കെ കഴിക്കണം. അതായത് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, സ്റ്റിറോയിഡ്സ് ഒക്കെ ചില സമയത്ത് വേണ്ടി വരും. അതുപോലെ കോറിയ ഉള്ളവർക്ക് ഡയസപ്പാം പോലെയുള്ള ടാബ്ലറ്റ്സ് ഇഞ്ചക്ഷൻ ഒക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മാനേജ്മെന്റ്. ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഹാർട്ട് ഇൻവോൾവ്മെന്റ് ആയിട്ട് റുമാറ്റിക് ഹാർട്ട് ഡിസീസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട് വാൾ, മയോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് പോയിട്ട് മിട്രൽ വാൽവ് ലീഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മിട്രൽ വാൽവ് ലീഷൻസ് എവിടെയാണ് കാണുന്നത് ചോദിച്ചാൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസിലാണ് മിട്രൽ വാൽവ് ലീഷൻ കാണാറുണ്ട്. അത് കുറച്ച് പ്രായം ഉള്ളവരിലൊക്കെ മിട്രൽ വാൽവ് ലീഷൻ ഈ ഒരു റുമാറ്റിക് ഫീവറിന്റെ ഭാഗമായിട്ട് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു റുമാറ്റിക് ഹാർട്ട് ഡിസീസിനെ പറ്റി എക്സാമിന് ചോദിക്കുന്ന കാര്യം.